ദേഷ്യം കാണിച്ചാലും വേണ്ടില്ല, എങ്ങനെ അടുത്തു വന്ന് നിൽക്കുമല്ലോ. അവൻ പോയ വഴിയെ നോക്കി അവൾ ഓർത്തു. അല്പനേരം കഴിഞ്ഞ് ഡെന്നിയും ഗീതും ആദമും അങ്ങോട്ട് വന്നു. ഗീതു ഒരു കപ്പിൽ കുറച്ച് കഞ്ഞിയെടുത്തു. അവൾക്കടുത്തേക്ക് നീങ്ങിയതും ആദം അത് വാങ്ങി അവൾക്കടുത്തിരുന്നു. ദച്ചു എഴുന്നേറ്റിരുന്നു. ഞാൻ കൊടുക്കാം പറഞ്ഞ് അത് വാങ്ങാൻ നിന്നതും അവൻ്റെ നോട്ടം കണ്ട് കൈ പിൻവലിച്ചിരുന്നു. പിന്നെ ഓരോ സ്പൂൺ കഞ്ഞിയെടുത്ത് അവൾക്ക് കോരി കൊടുത്തു. ഒരു ചിരിയോടെ അവനെ നോക്കിയവൾ. എന്നാൽ ആദമിന്റെ മുഖത്ത് തികച്ചും ഗൗരവം മാത്രമായിരുന്നു. ഡെന്നിയും ഗീതും അത് കണ്ട് ഒരു ചിരിയോടെ പുറത്തിറങ്ങി നേരെ നോക്കിയതും എൻ്റെ കർത്താവേ അമ്മച്ചി! അത് കണ്ടതും ഗീതു പൊട്ടിച്ചിരിച്ചുപോയി. ഇങ്ങനെ ചിരിക്കൽ എൻ്റെ ഗീതു കൊച്ചേ! മേരിയും മറിയും ഡെന്നിയെ കണ്ടതും ഓടി വന്ന അവൻ്റെ അടുത്തേക്ക്. എവിടെയാടാ മോള്? ആ അകത്തുണ്ട് പറഞ്ഞു ചൂണ്ടിയതും മേരി അകത്തേക്ക് കയറി. മറിയ ഡെന്നിയുടെ അടുത്ത് നിൽക്കുന്ന ഗീതുവിനെ നോക്കി ഒന്ന് ചിരിച്ചു. ശേഷം ഡെന്നിയെ നോക്കി. ഇനി നീയും ചാരി നിന്ന് പണി പറ്റിക്കാൻ നോക്കണ്ട, എത്രയും പെട്ടെന്ന് എല്ലാം തീരുമാനിക്കാം. അതും പറഞ്ഞ് മേരി പോയ വഴിയെ പോയി. അയ്യോ അമ്മച്ചി, ചാരി നിന്നാലൊന്നും നടക്കില്ല അമ്മച്ചി. പിന്നെ അമ്മച്ചി നിങ്ങൾ കരുതും പോലെയല്ല. ഗീതു പൊട്ടിച്ചിരിച്ചു. ചിരിക്കുന്നോടി കോപ്പേ! എൻ്റെ കർത്താവേ, അകത്തുള്ള മുട്ടനാടിനെ കാത്തോണേ! മേരിയും മറയും അകത്തേക്ക് കയറിയതും കണ്ടു ദച്ചുവിനെ കൊണ്ട് കഞ്ഞി കുടിപ്പിക്കുന്ന ആദമിനെ. രണ്ടുപേരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. അവരെ കണ്ട ദച്ചു ആരെന്ന ഭാവത്തിൽ നോക്കി. അവൾ നോക്കുന്ന കണ്ട ആദം അങ്ങോട്ട് നോക്കിയതും കണ്ടു കലിതുള്ളി നോക്കുന്ന മേരിയെ. മറിയാമ്മച്ചി പുഞ്ചിരിക്കുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് അവർക്കടുത്തേക്ക് പോയി. ഇവിടെ ഉണ്ടായിരുന്നോടാ നീ? പിന്നെ കൈ ഉയർത്തി ആദമിന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു. അധികം വേദനിക്കാതെ ഒരു ശാസനയിലുള്ള അടിയാണെങ്കിലും അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ദച്ചുവും അതേ അവസ്ഥയിലായിരുന്നു. ഇച്ചായ, ഇത്രയ്ക്ക് നിനക്ക് മുട്ടി നിൽക്കുവാണെങ്കിൽ ഞങ്ങളോടൊന്ന് പറഞ്ഞൂടെ? ആരെയാണെങ്കിലും വേണ്ടില്ല ഒന്ന് കെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവന് സമയമായിട്ടില്ല. എന്നിട്ടിപ്പോൾ മിന്നുകെട്ട് മുൻപ് ആ കൊച്ചിന് വയറ്റിലുണ്ടാക്കിയിരുന്നു. ദച്ചു ശ്വാസം എടുക്കാതെ പകച്ചുപോയി. എൻ്റെ ഈശ്വര, ഞാൻ അറിയാതെയോ? ആദം, അമ്മച്ചി ഇതെന്താ അറിഞ്ഞിട്ടാ? മേരി, നീ എന്താ ഈ കാണിക്കുന്നേ? എൻ്റെ കൊച്ചിനെ അടിക്കാതെ, അവനൊരു തെറ്റുപറ്റി. ഇനി വേഗം ബാക്കി കാര്യങ്ങൾ നടത്താം, അല്ലാതെ അടിക്കാനും പിടിക്കാനും നിൽക്കാണോ വേണ്ടേ? ഓ സ്റ്റോപ്പ് ഇറ്റ്! ആദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇവൾക്കൊരു കുഴപ്പമില്ല. ഒന്നും കഴിക്കാതെ നിന്ന് തലകറങ്ങി വീണതാ. അല്ലാതെ നിങ്ങൾ കരുതും പോലെ ഞാൻ ഇവളൊന്നും ചെയ്തിട്ടില്ല. ഇനി വിശ്വാസം ആവുന്നില്ല പുറത്തു നിൽക്കുന്നവനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഡോക്ടേഴ്സിനോട് ചോദിക്കുക. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. മുന്നിൽ നിൽക്കുന്ന ഡെന്നിയെ കണ്ടതും ഡെന്നി പല്ലിളിച്ച് ചിരിച്ചതും വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നോക്കി ആദം. നിനക്കുള്ളത് ഞാൻ തരാടാ പട്ടി! അതും പറഞ്ഞു പോയതും എൻ്റെ ഗീതു കൊച്ചു പേടിക്കണ്ട, അവൻ ചുമ്മാ പറയുന്നതാ. കർത്താവേ, കാലൻ്റെ കയ്യിൽ നിന്ന് എന്നെ കാത്തോളണേ. വിവാഹം പോലും കഴിയാത്തൊരു കുഞ്ഞാടാണേ കർത്താവേ. ഡെന്നി ആത്മാ. ഗീതു അകത്തേക്ക് കയറി ചെന്നു. ദച്ചുവിൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് അവർ രണ്ടുപേരും. ഗീതുവിനെ കണ്ടതും ആ മോള് വാ. നിങ്ങളെക്കുറിച്ച് ഡെന്നി എപ്പോഴും പറയും. ഫോട്ടോയിൽ കണ്ടപ്പോഴേ നേരിൽ കാണുന്ന കരുതിയതാ. ഗീതവും ദച്ചുവും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. ഏതായാലും ഇനിയൊന്നും വൈകിക്കണ്ട, എത്രയും പെട്ടെന്ന് വീട്ടിൽ വരാൻ ഞങ്ങൾ. രണ്ടുപേരും അധികം വൈകാതെ അങ്ങോട്ട് കൊണ്ടുപോകണം ഞങ്ങൾക്ക്. ഞങ്ങളുടെ മക്കളായി. ഇരുവരും ഒരു തലോടലോടെ പറയുന്നത് കേട്ട് അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. മേരിയുടെയും മറിയുടെയും വാക്കുകൾ കേട്ട് വല്ലാത്ത സന്തോഷമായിരുന്നു ഇരുവരിലും. അല്ല, മോളെന്ത് പണിയാ കാണിച്ചേ? ഇങ്ങനെ ഒന്നും കഴിക്കാതെ നടക്കാൻ മാത്രം എന്താ മോൾക്ക്? അത് അമ്മച്ചിയുടെ പുന്നാരമോൻ തന്നെ. അമ്മച്ചി ചെറിയ പിണക്കം, അതിന് വിളിക്കാതെ നടന്നിട്ടേ ഈ കാണുന്നേ. എൻ്റെ കുട്ടി, ഇതിനൊക്കെ ഇങ്ങനെ തുടങ്ങിയാലോ? ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നല്ല അടി വെച്ച് തരും ഞാൻ. സ്നേഹത്തോടുള്ള അവരുടെ ശാസനം കണ്ട് അവൾ പുഞ്ചിരിച്ചു. അല്പനേരം കഴിഞ്ഞ് ഡോക്ടർ വന്ന് പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ല, പോകാമെന്ന് പറഞ്ഞതും ആദം ബിൽ പേ ചെയ്ത് വണ്ടി എടുത്തു. ദച്ചുവിനെയും കൊണ്ട് പുറത്തേക്ക് വന്നതും മുന്നിൽ നിൽക്കുന്ന ഡെന്നിയെ കണ്ട് മറിയ ദേഷ്യത്തോടെ തുറച്ചു നോക്കി. അമ്മച്ചി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എൻ്റെ മോൻ്റെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടു നോക്കിയതാ. അത് പിന്നെ അമ്മച്ചി, ഒരബദ്ധം ഏത് പോലീസുകാരും പറ്റും അല്ലേ ദച്ചു? ദച്ചുവിനെ അവനെ കണ്ട് ചിരി വന്നു. പുറത്തിറങ്ങിയതും ആദം കാറ് കൊണ്ട് നിർത്തി. ഡാ, എന്നാൽ നിങ്ങൾ പോയിക്കോ, ഞാനും ഗീതും ഓഫീസിലേക്ക് പോയിക്കോളാം എൻ്റെ കാറിൽ. വേണ്ട, അവളെ ഞങ്ങൾ കൊണ്ടുവിട്ടോളാം. എൻ്റെ മോനെ എനിക്കത്ര വിശ്വാസമില്ല. നീ പറഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ മറന്നിട്ടില്ല ഞാൻ. ഡെന്നി പകച്ചു പോയൊരു നിമിഷം. അമ്മച്ചി, ഇങ്ങനെ എൻ്റെ ശവത്തിൽ കുത്തല്ലേ അമ്മച്ചി. മോളെ വന്ന് കയറ്, അമ്മച്ചി പറഞ്ഞു. ഗീതോയും കാറിൽ കയറി. കൂടെ വന്നിരുന്ന ലേഡി സ്റ്റാഫ് നേരത്തെ തന്നെ ഓഫീസിലേക്ക് പോയിരുന്നു. ഡാ, വന്ന് കയറ്, നിന്റെ വണ്ടി നമുക്ക് പിന്നെ എടുക്കാം. അത് വേണ്ട, നീ ഇവരെ കൊണ്ട് പോയിക്കോ, ഞാൻ പിറകെ വന്നോളാം. വന്ന് കയറുന്നതാ നിനക്ക് നല്ലത്. നിന്നോട് വിശദമായി ഒന്ന് സംസാരിക്കണം. അത് പിന്നെ എനിക്ക് പോയിട്ട് മെയിൽ അയക്കണം, ഞാൻ വേഗം പോയിക്കോളാം. ഡാ, നിന്നോട് കയറാനാ പറഞ്ഞേ. അവൻ്റെ മുഖഭാവം കണ്ട് ഇനി രക്ഷയില്ല തോന്നിയതും ഡെന്നിയും കൂടെ കയറി. പിറകിലിരുന്ന് ചിരിക്കുന്ന ഗീതുവിനെയും ദച്ചുവിനെയും ഒന്ന് ഇരുത്തി നോക്കി അവൻ. ഓഫീസിന് മുന്നിൽ വാഹനം നിർത്തി ഗീതുവും ദക്ഷയും ഇറങ്ങി. ഡെന്നി ഇറങ്ങാനെന്നതും ആദം പിടിച്ചു നിർത്തി. നിന്നോട് ഇറങ്ങാൻ ഞാൻ പറഞ്ഞില്ല.
അല്ല ഓഫീസ് മെയിൽ അയക്കാൻ ഞാൻ പോയാൽ നമുക്ക് ഇവരെ കൂടെ ഇറക്കിയിട്ട് പോവാം. ഡെന്നി ഒരു മൂളൽ ഒതുക്കി സീറ്റിൽ ചാരിയിരുന്നു. ദച്ചുവും ഗീതവും അമ്മച്ചിമാരോട് യാത്ര പറഞ്ഞു. ദച്ചു ആദമിനെ നോക്കിയെങ്കിലും അവൻ അവളെ നോക്ക് പോലും ചെയ്യാതെ വണ്ടി തിരിച്ചു. ദച്ചു അവർക്കൊക്കെ എന്ത് സ്നേഹമാടി. ശരിയാ ഗീതു, ഒരാള് കൂടെ ഉണ്ടല്ലോ, വല്യമ്മച്ചി. ഇനി നമുക്ക് വല്യമ്മച്ചിയെ കൂടി കാണാം. ഓരോന്ന് പറഞ്ഞവർ ഓഫീസിലേക്ക് കയറി. ആദമും എല്ലാവരും വീട്ടിലെത്തിയതും വല്യമ്മച്ചി സിറ്റ് ഔട്ടിന് മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. എല്ലാവരും ഇറങ്ങി അകത്തേക്ക് കയറി. വല്യമ്മച്ചി ആദമിനെ കണ്ടതും ദേഷ്യത്തോടെ നോക്കി. എന്താണ് എൻ്റെ ത്രേസ്യ കൊച്ചിനൊരു കുശുമ്പ്? ആദം പറഞ്ഞു മുന്നിൽ നിന്നും. സബാഷ്, 2 ഓലക്കീറും വെള്ളത്തുണിയും എടുത്തോളൂ എന്നെ മൂടാൻ. ആദം കവളിൽ കൈവച്ചു. അമ്മച്ചി അലറണ്ടടാ ചെറുക്ക, ഒരു കൊച്ചിനെ മിന്നുകെട്ട് മുൻപ് വയലിൽ കൊച്ചിനെ കൊടുത്തിട്ട്. ആദം ദേഷ്യത്തോടെ ഡെന്നിയെ തുറച്ചു നോക്കി. ഒരു കയ്യബദ്ധം. ആദം വേഗം അകത്തേക്ക് കയറിപ്പോയി. അമ്മച്ചി എന്ത് പണിയാ കാണിച്ചേ? പാവം എൻ്റെ കൊച്ച്, എല്ലാത്തിനും ദേ നിൽക്കുന്നു 5 പൈസയുടെ ബുദ്ധിയില്ലാത്ത മരത്തലയൻ. ദേ അമ്മച്ചി, ഞാൻ പറയുന്നതാണോ കുറ്റം? അവൻ ചെയ്ത കാര്യത്തിൽ നീ എന്തിനാ മറ ഇവനെ പറയുന്നേ? എൻ്റെ അമ്മച്ചി, ആ കൊച്ചു ഗർഭിണൊന്നും അല്ല. ഇവൻ വിവരമില്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞു എല്ലാവരും കൂടെ എൻ്റെ കൊച്ചിനെ പിടിച്ച് അടിക്കുന്നു. മേരിയുടെ മുഖത്തേക്ക് നോക്കിയാണ് അത് പറഞ്ഞത്. മേരി തലയും താഴ്ത്തി നിന്നു. ത്രേസ്യ ഡെന്നിയുടെ മുന്നിൽ വന്ന് നിന്നു. വല്യമ്മച്ചിയുടെ മോനൊന്നിങ്ങ് വന്നേ. അവൻ്റെ കൈ പിടിച്ച് മുന്നിലേക്ക് നിർത്തി. എന്താ വല്യമ്മച്ചി? നിഷ്കുഭാവത്തിൽ ചോദിക്കുന്നതിനെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട്. വല്യമ്മച്ചി, കവളിൽ കൈവച്ച് വിളിച്ചു ഡെന്നി. മിണ്ടിപ്പോരുത്, ഇതൊക്കെയാണോ അബദ്ധം? ഹോ, ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയോ നിനക്ക്? അമ്മച്ചി എന്തിനാ ടെൻഷൻ ആവുന്നേ? ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. ഡാ ചെറുക്ക, ഇനിയും വേടിക്കും നീ. ഓ, നിങ്ങൾക്കാർക്കും സന്തോഷം വേണമെങ്കിൽ വേണ്ട. അതും പറഞ്ഞവൻ മുകളിലേക്ക് പോയി. ആദമിന്റെ മുറിയിൽ കയറി ചുറ്റും നോക്കി. കാണുന്നില്ല. കുറച്ചുകൂടെ മുന്നോട്ട് നിന്നു. കാലൻ ഇത് എവിടെ പോയി കർത്താവേ? എൻ്റെ അമ്മച്ചി! ഡെന്നിയുടെ പുറം നോക്കി ആദം ഒരു ചവിട്ട് കൊടുത്തതും ബെഡിൽ പോയി തെറിച്ചു വീണു അവൻ. അയ്യോ എൻ്റെ നടുവേ, എന്ത് ചവിട്ടാടാ പന്നി! ഇല്ലാത്ത ഗർഭത്തിന്റെ പേരും പറഞ്ഞ് എന്നെ നാറ്റിക്കുന്നോടാ. അത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ. നീ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഛർദ്ദിക്കുന്നു, ഗർഭിണിയാകുന്നു. ആ ഓർമ്മയിൽ പറ്റിപ്പോയതാ മച്ചാ, സോറി. അവൻ്റെ ഒരു സോറി. എന്നാലും നിന്റെ ചവിട്ട്, ഓ എന്നെ നടുപോയെന്നാ തോന്നുന്നേ. എൻ്റെ മോളെ, 2 ദിവസത്തിന് ശേഷം നിന്നെ ഇപ്പോഴൊന്ന് ചിരിച്ചു കാണുന്നേ. ഗീതു അവർ പോയിട്ട് വന്നോ? ഞാൻ കണ്ടില്ല ദച്ചു. അതും പറഞ്ഞ് മുന്നോട്ട് നോക്കിയതും കണ്ടു ക്യാബിനിലേക്ക് നടന്നു പോകുന്ന ഡെന്നിയെയും ആദമിനെയും. ഇമ്പോർട്ടൻ്റ് ആയ വർക്കെല്ലാം തീർത്തു. പോകും മുൻപ് ആദമിനെ പിണക്കം മാറ്റണമെന്ന് കരുതി ഡെന്നി പുറത്തേക്ക് ഇറക്കുന്നത് കണ്ടതും ദച്ചു വേഗം അങ്ങോട്ട് ചെന്നു. ഡോർ തുറന്ന് അകത്തേക്ക് കയറിയവളെ കണ്ട് ആദം കണ്ട ഭാവം നടിക്കാതെ ഫയൽ നോക്കിയിരുന്നു. അവൾ അടുത്തേക്ക് ചെന്നു. ഇച്ചായ, സോറി. എന്നോട് ദേഷ്യമാണോ? ഞാൻ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവേണ്ടെന്ന് കരുതിയല്ലേ. അതിന് എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ പ്ലീസ്. ആർ യു ഓക്കെ നൗ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതിനൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. ദേ ഇച്ചായ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൻ നോക്കുന്ന ഫയലെടുത്ത് അടച്ചു വെച്ച് അവൻ്റെ കൈ പിടിച്ച് അവളുടെ നേരെ തിരിച്ചു. ദേഷ്യത്തോടെ ആദം അവളെ നോക്കി. ഇച്ചായ, ഞാൻ സോറി പറഞ്ഞില്ലേ. ഇനി ഞാൻ എന്തുണ്ടെങ്കിലും പറയും, പറയാതിരിക്കില്ല. അതുപോലെ. ഒന്നും മിണ്ടാതെ മുറുകിയ മുഖത്തോടെ കൈ രണ്ടും പിണച്ചു കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ഒന്നും കൂടി ദേഷ്യം കൂടി അവൾക്ക്. എന്നാ വേണ്ട, ഞാൻ ഇനി പിറകെ വരില്ല. ഇയാൾക്ക് തോന്നുമ്പോ വാ. ഞാനിങ്ങനെ സോറി പറഞ്ഞു വരുന്നോണ്ടല്ലേ. എത്ര പ്രാവശ്യം വിളിച്ചു, എത്ര മെസ്സേജ് അയച്ചു, ഒന്നിനും ഒരു റെസ്പോൺസ് ഇല്ല. ഞാൻ എത്ര ടെൻഷനായെന്നറിയോ? ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. പോടാൻ അസ്രാണി. ദേഷ്യവും സങ്കടവും എല്ലാം കൊണ്ടും അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടന്നതും അവൻ്റെ കൈ അവളുടെ കയ്യിൽ പിടിവിണിരുന്നു. അവൾ തിരിഞ്ഞു നോക്കും മുൻപേ കൈ പിടിച്ച് വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അവൻ്റെ മിഴികൾ ഉയർത്തി അവനെ നോക്കും മുൻപേ അവളുടെ ഇരു കവിളിലും കൈവച്ച് അവളുടെ അതിരങ്ങളെ അവൻ്റെ അതിരങ്ങളാൽ കോർത്തിരുന്നു. ചുണ്ടുകളിൽ നിന്ന് അവളുടെ നാവിലേക്കും കോർത്ത് വലിച്ചെടുക്കുമ്പോൾ ശ്വാസമെടുക്കാൻ കഴിയാതെ അവളിലെ ചെറിയ ഏങ്ങലുകൾ കേൾക്കും തോറും ആവേശത്തോടെ നുണഞ്ഞെടുത്തു. നാവിൽ ഇരുമ്പു ചുവറിഞ്ഞെങ്കിലും വീണ്ടും അതിൻ്റെ തീവ്രതയിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് എൻ്റെ പുണ്യാളാ, ഫ്രഞ്ച് ഫ്രഞ്ച്! ആ ശബ്ദം കേട്ടതും ദക്ഷ ആദമിനെ പിടിച്ച് തള്ളി മുന്നിലേക്ക് നോക്കിയതും കണ്ടു ഡോറിൽ പിടിച്ച് കണ്ണും തള്ളി നിൽക്കുന്ന ഡെന്നിയെ. കണ്ണും തള്ളി നോക്കി നിൽക്കുന്ന ഡെന്നിയെ കണ്ട് ദച്ചു വല്ലാതെയായി. ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ പരിങ്ങി വേഗം അവിടെ നിന്ന് ഓടിപ്പോയി. ആദം ഡെന്നിയെ തുറിച്ചു നോക്കി. സ്റ്റുപ്പിഡ്, നിനക്ക് തീരെ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനമുണ്ടോടാ? അറ്റ്ലീസ്റ്റ് ആ ഡോർ തട്ടാനുള്ള മര്യാദ. എന്തോ ഒരു 5 മിനിറ്റ് ഞാൻ പുറത്തേക്ക് പോയപ്പോൾ നീ ഇവിടെ ഫ്രഞ്ച് അടിച്ച് കളിക്കുന്നു. ഞാനൊരു അരമണിക്കൂർ വൈകിയിരുന്നിൽ ഹോ. ഇനി നീ പറ, അവൾ തലകറങ്ങി വീണേൽ ഞാൻ സംശയിച്ചതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന്. ആദം മുഷ്ടി ചുരുട്ടി ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നു. ഡെന്നി മുന്നിലേക്ക് നിന്ന് അവനെ പാളി നോക്കി. പാൻറ്റിന്റെ പോക്കിൽ നിന്ന് ഒരു ടവലെടുത്ത് അവന്റെ ചുണ്ടോട് മെല്ലെ അടുപ്പിച്ചു. ആദം അവന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കിയതും ദേ ചോര ചുണ്ടിൽ ഞാൻ തുടച്ചു തരാണ്ടാ, പോടാ. ഓ എൻ്റെ ചെവി. ആദം നല്ല തെറിയും വിളിച്ച് അവന്റെ കയ്യിലെ ടവൽ വാങ്ങി അവന്റെ ചെയറിൽ പോയിരുന്നു.
എന്റെ ഗീത കൊച്ചേ, ഇവിടെ ഫ്രഞ്ച് വരെ എത്തി. നമുക്കും വേണ്ടേ മോളെ? മനസ്സിലോരോന്ന് ചിന്തിച്ച് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി ഗീതുവിനെ നോക്കി നടന്നു. ദച്ചു വന്ന് അവളുടെ സീറ്റിലിരുന്നതും അവളുടെ മുഖത്തെ പരുങ്ങൾ കണ്ട് ഗീതു അടുത്തേക്ക് വന്നു. ഡി, നീ ഇത് എവിടെയായിരുന്നു? ഞാൻ ഗീതു, അത് അവിടെ ക്യാബിൽ ഫയൽ കൊടുക്കാൻ. അതിന് നീ എന്താ ദച്ചു എങ്ങനെ തത്തിക്കളിക്കുന്നേ? ദച്ചു അല്ല, നിന്റെ ചുണ്ടിൽ ചോര പൊടിഞ്ഞേക്കുന്നു. അത് പിന്നെ ഒന്ന് വീണു, അപ്പോൾ തട്ടിയതാവും. അതും പറഞ്ഞ് വേഗം തുടച്ചു. ഇന്നും ഡോർ തട്ടിയതാണോ? ഇവിടെ ഇപ്പോൾ ഏതാ നിന്റെ ചുണ്ടിൽ മാത്രം തട്ടുന്ന ഡോർ? അത് പിന്നെ ഇത് ഡോർ തട്ടിയതല്ല, എവിടെ തട്ടിയതെന്ന് അറിയില്ല. എന്നിട്ട് നീ എവിടെന്നാ വീണത്? അത് പിന്നെ സ്റ്റെപ്പിന്റെ എവിടെ? അല്ല, നീ എന്താ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നേ? നീ വേഗം വർക്ക് തീർക്കാൻ നോക്ക്, നമുക്ക് പോണ്ടേ, ഇപ്പോൾ ടൈം ആവും. ശരി, ഈ വീഴ്ച അത്രയ്ക്ക് പന്തിയായി തോന്നില്ല മോളെ. അതും പറഞ്ഞവൾ അവളുടെ ചെയറിലേക്ക് ഇരുന്നു. എന്നാൽ എങ്ങനെ മുറിഞ്ഞു കാണും? ക്യാബിനിലേക്കല്ലേ പോയത്? ഇച്ചായനോട് ചോദിക്കാം. അതും കരുതി മെല്ലെ ഒരു ഫയലും കയ്യിലെടുത്ത് എഴുന്നേറ്റു. ഡെന്നി ഗീതുവിന്റെ അടുത്തേക്ക് മനസ്സിൽ ഒരുപാട് സ്വപ്നവും കണക്കൂട്ടി വരുമ്പോൾ പെട്ടെന്ന് എതിരെ വന്ന ഒരു ലേഡി സ്റ്റാഫിനെ പോയി ഇടിച്ചു. ബാലൻസ് കിട്ടാതെ രണ്ടുപേരും ഒരുമിച്ച് നിലത്തേക്ക് വീണു. ആ സ്റ്റാഫിന്റെ മുകളിലായിട്ടാണ് ഡെന്നി വീണത്. ഒരു നിമിഷം സ്വബോധത്തിലേക്ക് വന്നതും വേഗം എഴുന്നേൽക്കാൻ നോക്കിയതും ആ സ്റ്റാഫിന്റെ ഷാൾ ചവിട്ടി വീണ്ടും അതിന്റെ ദേഹത്തേക്ക് വീണു. പണിപ്പെട്ട് എഴുന്നേറ്റ് നിന്ന് നിലത്തുനിന്ന് എഴുന്നേൽക്കാൻ നോക്കുന്ന ആ സ്റ്റാഫിനെ നോക്കി. പതിയെ എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുന്നുണ്ട്. അത് കണ്ട് ഒരു കൈ കൊണ്ട് സഹായിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. നിലത്ത് വീണ കിടന്ന ഷാൾ എടുത്ത് ആ സ്റ്റാഫിന് നേരെ നീട്ടി. അവളത് വാങ്ങി നേരെ ഇട്ടു. സോറി സാർ, പെട്ടെന്ന് കണ്ടില്ല, റിയലി സോറി. ഏയ്, അതൊന്നും കുഴപ്പമില്ല കുട്ടി, കുട്ടിക്കൊന്നും പറ്റില്ലല്ലോ. ഇല്ല സാർ, കുഴപ്പമൊന്നുമില്ല. അതും പറഞ്ഞ് ഡെന്നി ഒരു പുഞ്ചിരി നൽകി പോകാൻ നിന്നതും സാർ ഒരു മിനിറ്റ്. അതും പറഞ്ഞ് ഷാളിന്റെ തുമ്പ് കയ്യിലെടുത്ത് അവന്റെ കയ്യിലേക്ക് കവളിലേക്ക് അടുപ്പിച്ചു. ഹേയ്, കുട്ടി എന്തേ കാണിക്കുന്നേ? സാർ, അത് മുഖത്ത് ലിപ്സ്റ്റിക്. സോറി സാർ. ഡെന്നി കവൾ തൊട്ട് നോക്കി. ആ സ്റ്റാഫിന്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് നന്നായി പതിഞ്ഞിട്ടുണ്ട്. കവളിൽ തൊട്ട് കൈ നോക്കിയതും ചുവന്ന ലിപ്സ്റ്റിക്. സാർ, ഇനിയുമുണ്ട്. പറഞ്ഞു പെട്ടെന്ന് ഷാൾ എടുത്ത് തുടച്ചു കൊടുത്തു അവൾ. ഡെന്നി പെട്ടെന്ന് അത് പ്രതീക്ഷിച്ചില്ലെങ്കിലും മതി, ഞാൻ തുടച്ചോളാൻ പറഞ്ഞുകൊണ്ട് കൈകൊണ്ട് തുടച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയതും കാലിതുള്ളി ഭദ്രകാളിയെ പോലെ നിൽക്കുന്ന ഗീതുവിനെ കണ്ടു. നിലത്ത് ആൻ ചവിട്ടി മുഷ്ടി ചുരുട്ടി ഡെന്നിയെ തുറച്ചു നോക്കിപ്പോയ വേഗം. അയ്യോ, എന്റെ ഗീതു കൊച്ചേ, ഏതു നേരത്തോ എന്തോ. അവൻ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ നോക്കി. കുറച്ചപ്പം മാറി നിന്ന് അവനെ നോക്കി നാണത്തോടെ പുഞ്ചിരിക്കുന്ന കണ്ടതും ഇവിടെ നിന്നാൽ ശരിയാവില്ല. അതും പറഞ്ഞ് വേഗം നടന്നീങ്ങി. ഇനിയിപ്പോ ഫ്രഞ്ച് പോയിട്ട് കുന്നിക്കൊരു പോലും കിട്ടിയില്ലല്ലോ എന്റെ കർത്താവേ. ഗീതുവിന്റെ ക്യാബിലേക്ക് നോക്കി. അവിടെ കാണുന്നില്ല. എവിടെ പോയി? അവിടെ ഇരിക്കുന്ന ദച്ചുവിനെ കണ്ടതും ഇഷ്. ദച്ചു ശബ്ദം കേട്ട് നോക്കിയതും മുന്നിൽ ഡെന്നിയെ കണ്ടതും വല്ലാത്ത ജാള്യത തോന്നി അവൾക്ക്. ഒരു പരവേശത്തോടെ ഒരു പുഞ്ചി നൽകി. എന്താ? എങ്ങനെയൊക്കെയോ ചോദിച്ചു. ഒന്നുമില്ല ദച്ചു. അവന്റെ കളിയൊക്കെ പറച്ചിലും ചിരിയും കണ്ട് ദച്ചു പരിങ്ങി ചിരിച്ചു. അല്ല, ഗീതു അടെ? അറിയില്ല, അങ്ങോട്ട് പോകുന്നു കണ്ടിരുന്നു. ശരി. അവളെ നിർത്തി മൂളി ചിരിച്ചുകൊണ്ട് അവൻ പോയതും ആകെ നാണം കെട്ടു.